നമ്മൾ ആദ്യമായിട്ട് നാട്ടിലോട്ട് മീൻ കൊണ്ടുപോകാൻ വേണ്ടി പോകല്ലേടാ. നമ്മൾ കൈ നിറയെ മീനെല്ലാം മേടിച്ചിട്ടുണ്ടോ കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇത് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ഒന്നും നമുക്ക് അവകാശപ്പെടാനില്ല. പലരും പരാജയപ്പെടുകയും പലരും വിജയിക്കുകയും ചെയ്തൊരു പരിപാടി ചെയ്യാൻ വേണ്ടി നമ്മൾ പോവാണ്. നമ്മൾ ആദ്യമായിട്ട് നാട്ടിലോട്ട് മീൻ കൊണ്ടുപോകാൻ വേണ്ടി പോകല്ലേടാ. അപ്പം അടുത്ത ദിവസം നാട്ടിൽ പോകുമ്പോഴേക്കും വീട്ടിലോട്ടല്ലേ. അതെ, ഇവിടെ നിന്ന് കുറച്ച് നെയ്മീനും ആഖോലിയൊക്കെ കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ നേരെ ഷെർക്കിലെ നമ്മുടെ ഫിഷ് മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. നേരെ പോട്ടെ, കുറച്ച് ലേറ്റായി പോയി, അതുകൊണ്ട് ലേലത്തിനുള്ള മീൻ കിട്ടുമെന്ന് അറിയത്തില്ല. ശ്രമിച്ചു നോക്കാം അല്ലേ. അപ്പോൾ പോയിട്ട് മീൻ കിട്ടിയിട്ട് മീൻ മേടിച്ചിട്ട് വരാം. ബാ. നാട്ടിലോട്ട് മീൻ കൊണ്ടുപോകുന്ന, അതായത് ഗൾഫിൽ നിന്ന് നാട്ടിലോട്ട് മീൻ കൊണ്ടുപോകുന്ന ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലെന്നി. വെൽക്കം ടു LT ഡ്രീംസ്. അനീഷണ, ഇവിടുന്ന് മീൻ കൊണ്ടുപോകുന്ന ലാഭമാണോ? ലാഭമല്ല, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സത്യം. ഈ ഫ്രഷ് മീൻ കഴിക്കാം നമുക്ക്. ഫ്രഷ് മീൻ കഴിക്കാം. പക്ഷെ ഒരു രസം. ഇപ്പം മീൻ കൊണ്ടുപോകാൻ വണ്ടി കൊണ്ടുപോയി. അപ്പൊ ഇതൊരു ലാഭമായിട്ടുള്ള പരിപാടിയോ കാര്യങ്ങളോ ഒന്നുമല്ല. ശരിക്കും നമുക്ക് ഇഷ്ടമുള്ള തെരഞ്ഞെടുക്കാം. അതെ, നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഒരു ഇതില്ല, നമുക്ക് ഇത്രയും വലിയൊരു ഫിഷ് മാർക്കറ്റോ അല്ല, ഇത്രയും ഫ്രഷ് ആയിട്ട് കിട്ടത്തില്ല. കിട്ടും, പലയിടത്തും കിട്ടുന്നുണ്ടായിരിക്കും. പിന്നെ ഒരു രസം, ഒരുപാട് പേര് കൊണ്ടുപോകുന്ന കാണുന്നു. അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നു. വെയിറ്റ് ഒക്കെ ഉണ്ട്. ഫാമിലി ആയിട്ടൊക്കെ ഒത്തിരി പേർക്ക് ലഗേജ് ഒക്കെ ഉള്ളവർക്ക് അല്ലേ കൊണ്ടുപോകാൻ പറ്റുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ നമ്മൾ കൃത്യമായിട്ട് 22 കിലോ ഇതിനു വേണ്ടി മാത്രം മാറ്റി വെക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നഷ്ടമാണ്. അപ്പോൾ വേണ്ടേ, ഈ വീഡിയോ ഒക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ എണ്ണി പറയുന്നതാണ്. അപ്പോൾ ഫിഷ് മാർക്കറ്റിൻ്റെ അകത്തെ കാഴ്ചകൾ നമ്മൾ ഒരുപാട് കാണിക്കത്തില്ല. എന്ന് വെച്ചാൽ അവിടെ അതിൻ്റെ അകത്ത് ഒത്തിരി ഷൂട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. അത് വെച്ചിട്ട് നമ്മൾ പോയി മീൻ മേടിച്ചിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. വാ. മീൻ കൊണ്ടുപോകാനായിട്ട് ഫിഷ് മാർക്കറ്റിൽ തന്നെ പെട്ടികളെല്ലാം അവൈലബിൾ ആണ്. ചേട്ടാ, ഇതിന് റേറ്റ് എന്നാ വരും ചേട്ടാ ഈ ബോക്സിനൊക്കെ? 1.25 10 കിലോ അല്ലേ? 10 കിലോ. പിന്നെ 15 കിലോ ഉണ്ട്. 1.5. അപ്പോൾ 1.5 ദിനാറ്. പിന്നെ 1.25 വലിയ പെട്ടി. ഇത് ലീക്കൊന്നും ആകത്തില്ലല്ലോ അല്ലേ? ഓക്കെ ഏട്ടാ. അങ്ങനെ നമ്മൾ തന്നെ ഫിഷ് മാർക്കറ്റ് എത്തി കേട്ടോ. ആദ്യം തന്നെ കണ്ട ആഖോലിയാണ്. അത് ചെറിയ സൈസാണ്, നമ്മളതെടുത്തില്ല. പല സൈസ് അടിപൊളി ഐറ്റം മീനുകളുണ്ട്. ഹമ്മൂറാണ് കേട്ടോ, ഏറ്റവും ടേസ്റ്റുള്ള മീനാണ് ഹമ്മൂർ. അതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു ഐറ്റം വേണ്ട ഈ വെള്ള ആഖോലിയാണ് കേട്ടോ. അതുപോലെ തന്നെ ചെമ്മീനൊക്കെ വളരെ വിലക്കുറവായിരുന്നു. 3.5 KD കിലോയ്ക്ക് ഉണ്ടായിരുന്നു, ആ വലിയ സൈസിന് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന രണ്ടാമത്തെ ഐറ്റം നെയ്മീനാണ് കേട്ടോ. അതായത് ഒരു 6-7 കിലോ വലിപ്പമുള്ളൊരു നെയ്മീനാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരുപാട് കടയിൽ കയറി ഇറങ്ങി അവസാനം നമ്മൾ ഒരു കടയിലെത്തി കേട്ടോ. നാട്ടിൽ കൊണ്ടുപോകാൻ എങ്ങനെയുണ്ട്? സൂപ്പർ സാധനമാണ്. എന്നാ പിന്നെ എടുത്തോ. ഇത് എത്ര കിലോ വരും? ഒരു 6-7 കിലോ വരും. 6 കിലോ. അപ്പോൾ നമ്മുടെ മീനെല്ലാം സെറ്റായി, എല്ലാം പാക്ക് ചെയ്തു. നമ്മൾ പുറത്തോട്ട് പോകട്ടോ. നമ്മൾ നെയ്മീനും അതുപോലെ തന്നെ എന്താ പറയുക, ഇച്ചിരി ആഹോലി ഒക്കെയാണ് മേടിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ കൈ നിറയെ മീനെല്ലാം മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിനി ഇതുകൊണ്ട് ഫ്രീസ് ചെയ്തിട്ട് നമ്മൾ പോകുന്നതിന് തൊട്ട് മുമ്പാണ് നമ്മൾ പാക്കിൽ കയറ്റത്തുള്ളൂ. ഒരുപാട് പേര് പരാജയപ്പെട്ട സംഭവമാണ്, എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് താമസിച്ച് പോയി, അതുകൊണ്ട് നമുക്ക് ലേലം പിടിക്കാൻ പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ല, നല്ല റേറ്റും കിട്ടി കേട്ടോ ഷെർക്കിൽ നിന്ന്. അപ്പോൾ നിങ്ങളാണെങ്കിലും നാട്ടിൽ പോകുന്നവർ മീൻ മേടിക്കുന്നുണ്ട് ഷെർക്ക് മാർക്കറ്റിൽ. നേരത്തെ വരുവാണെങ്കിൽ ലേലം പിടിക്കണം, അടിപൊളിയാണ്. ചെറിയ പൈസയൊക്കെ കിട്ടും. ലാഭമാണോ എന്നൊക്കെ നമുക്കറിയത്തില്ല കേട്ടോ. ഇതൊക്കെ ഒരു മോഹം മാത്രമേ ഉള്ളൂ, അല്ലാതെ വലിയ സാമ്പത്തിക ലാഭമൊന്നും ഇതിനകത്ത് പ്രതീക്ഷിക്കരുത്. ഒരു സന്തോഷം. അപ്പോൾ നമ്മൾ നേരെ ഇത് പാക്ക് ചെയ്തിട്ട് നേരെ ഫ്രീസറിലോട്ട് കേട്ടോ. വാ. അപ്പോൾ നമ്മൾ നേരെ ഷെർക്കിൽ നിന്ന് മീൻ മേടിച്ചിട്ട് ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ പോകുന്നതിന് 2 ദിവസം മുമ്പ് നിങ്ങൾ ഈ മീൻ മേടിക്കണം. എന്നിട്ട് നമ്മൾ ശരിക്കും ഒരു ഫ്രീസ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ പോകുന്നതിന് തൊട്ട് മുമ്പ് പാക്ക് ചെയ്ത് പോവാം. അപ്പോൾ നമ്മൾ അവിടെ ഫ്രീസറിലോട്ട് വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവർ നല്ല രീതിയിൽ നമുക്ക് നല്ല ക്ലീൻ ആക്കി എന്നാ പറയുക, നമുക്ക് ക്ലീൻ ആക്കി നല്ല പീസായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് നാട്ടിൽ പോയിട്ട് വലിയ പരിപാടികളൊന്നും വരത്തില്ല. അപ്പോൾ നമ്മൾ നേരെ എടുത്ത് നമ്മൾ ഫ്രീസറിലോട്ട് വെക്കുവാണ് കേട്ടോ. ഓപ്പൺ ചെയ്യാനാ.
അപ്പോൾ ഇത് മൊത്തം നമ്മുടെ അല്ല കേട്ടോ, നമ്മളിത് മൊത്തം കൊണ്ടുപോകുന്നില്ല, നമ്മുടെ കൂട്ടുകാരെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് മേടിച്ചാണ്. അത് നിങ്ങൾ ഷെർക്കിൽ പോവുകയാണെങ്കിൽ മറ്റേ ലേലം പിടിക്കുന്ന സമയത്ത് പോകണം, കുറച്ചുകൂടെ ലാഭത്തിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. പക്ഷെ എപ്പോഴും ഒന്നും കിട്ടണമെന്നില്ല. പക്ഷെ ഇത് നല്ല പരിപാടി തന്നെയാണ്. എന്താണെന്ന് അറിയത്തില്ല. ഏതായാലും നമ്മൾ ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കുവാണ്. ഇനി ബാക്കി നമ്മൾ പോകുന്നതിന് അന്ന് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന അന്ന് നമ്മുടെ ഫ്രീസറിൽ നിന്ന്, അതായത് നമ്മൾ 2 മണിക്ക് എയർപോർട്ടിൽ കയറണം. അപ്പോൾ നമ്മൾ ഏകദേശം 1 മണിയായി. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ നിന്ന് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന സാധനങ്ങൾ നമ്മുടെ ബോക്സിലോട്ട് മാറ്റുവാണ് കേട്ടോ. അതായത് നിങ്ങൾ ഇത് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടല്ലോ, അതൊരു 3-4 കീസിലായിട്ട് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ എളുപ്പമായിരിക്കും. നമ്മുടെ ബോക്സിൻ്റെ സൈസിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ അടുക്കി വെച്ചു. കറക്റ്റ് സ്പേസാണ്, ഒരുപാട് സ്പേസ് എം ടി ഉണ്ട്. എന്നാലും സാരമില്ല, അവിടെ ഇരുന്നോളും. നമ്മൾ വേറെ ഐസും കാര്യങ്ങളോ വെള്ളം ഒന്നും ഒഴിക്കണ്ട, ക്ലോസ് ചെയ്യണം കേട്ടോ. തെർമോക്കോൾ ബോക്സ് നമ്മൾ വേണ്ട നമ്മുടെ കൊണ്ടുപോകുന്ന പെട്ടിക്കകത്തോട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടുന്ന് നേരെ മീനെല്ലാം കൊണ്ടുപോയി നാട്ടിൽ കൊണ്ടുപോയിട്ട് ഓപ്പണാക്കി നിങ്ങളെ കാണിച്ച് നമ്മൾ കറിയും വെച്ചിട്ടാണ് ഈ വീഡിയോ തീർക്കത്തുള്ളൂ കേട്ടോ. അമ്മച്ചി നമുക്ക് ആ മീൻ കറി വെക്കുന്നതായിരിക്കും. അപ്പം അവിടം വരെ ഉണ്ടായിരിക്കും ഈ വീഡിയോ. അപ്പോൾ നേരെ നമ്മൾ എയർപോർട്ടിൽ പോവാണ്. എയർപോർട്ടിൽ നിന്ന് നേരെ ഉള്ള കാഴ്ചകളും ഒക്കെ കാണാം കേട്ടോ. അവിടെ നേരെ നമ്മൾ പോവാണ്. ഒത്തിരി സമയം ഡയറക്റ്റ് ഫ്ലൈറ്റാണ്. നമ്മൾ കയറി ഇറങ്ങുന്ന ഫ്ലൈറ്റ് ആണെങ്കിൽ ഇത് വലിയ പാടായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കയറുവാണ്. എല്ലാം പെട്ടിയെല്ലാം നല്ല പക്ക പാക്ക് ചെയ്തിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. നേരെ നാട്ടിലോട്ട് പോകാം കേട്ടോ. ബാ. ബോർഡിങ്ങും പരിപാടിയെല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടി പോകണ്ടോ. അപ്പോൾ വലിയ സംഭവങ്ങളായിട്ടൊന്നുമില്ല, വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. നേരെ നാട്ടിലോട്ട്. അങ്ങനെ കൊച്ചിയിലെത്തി കേട്ടോ. അരമണിക്കൂർ നേരത്തെ വന്നു കേട്ടോ. 12 മണിയായി, 12:30 ആ സമയം കാണിച്ചു. പക്ഷേ 12 മണിയായപ്പോഴേക്ക് നമ്മളെത്തി. നല്ല ലാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നേരെ പോയി നമ്മൾ പെട്ടി എടുത്തോണ്ട് വീട്ടിൽ പോകട്ടെ കേട്ടോ. എന്നിട്ട് വേണം മീൻകറി വെക്കാൻ. മീൻകറിയെക്കാട്ടും വലിയൊരു സർപ്രൈസ് കൂടെ ഉണ്ട് കേട്ടോ. വേറെ മീൻകറി മാത്രമല്ല, ഇതിനകത്ത് ചെറിയൊരു സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് പേർക്കൊക്കെ അറിയാം, എങ്കിലും അത് വീഡിയോ പറയാം കേട്ടോ, കാണിക്കാം. നാട്ടിലോട്ട് വരുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്, എവിടെ പോയാലും കിട്ടത്തില്ല. കൊച്ചി മലയാളം ഒക്കെ കേൾക്കുമ്പോഴുണ്ടല്ലോ, ശരിക്കും ഇവിടുന്ന് വിട്ടിട്ടുണ്ടല്ലോ, നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോഴാണ് നമ്മുടെ നാടിൻ്റെ ഒരു ഇതൊക്കെ മനസ്സിലാകും. വീട്ടുകാരും കൂട്ടുകാരും. അങ്ങനെ തന്നെ എമിഗ്രേഷൻ്റെ അവിടെ എത്തി കേട്ടോ. എമിഗ്രേഷനൊക്കെ അവിടെ ഒട്ടും തിരക്കില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ ഇറങ്ങിപ്പോകാൻ സാധിച്ചു. അങ്ങനെ നമ്മളെ വരവേൽക്കാനായിട്ട് കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് നല്ല വിശാലമായിട്ട് ഇരിക്കുന്നു, ആരുമില്ല. അപ്പോൾ നമ്മൾ വേണ്ട അകത്തോട്ട് പോയിട്ട് വേണ്ട അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട്. അത്യാവശ്യ സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ വേണ്ട ഇതിനെപ്പറ്റി നമ്മൾ കമൻ്റ് ഒന്നും പറയുന്നില്ല, നമ്മൾ പുറത്തോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ വേണ്ട ടാങ്കൊക്കെ ഉണ്ട് കേട്ടോ. ടാങ്കിൻ്റെ ഒക്കെ റേറ്റ് ഇവിടെ ഏകദേശം 1450 രൂപ വരും കേട്ടോ. അപ്പോൾ നമ്മുടെ പെട്ടി നോക്കി നിൽക്കുവാണ്, നമ്മുടെ മീൻപെട്ടി. നമ്മുടെ മീൻപെട്ടി കാണുന്നില്ലല്ലോ. പെട്ടി ഇങ്ങനെ കിട്ടിയാൽ പുറത്തോട്ട് പോവാം. ഒരുപാട് നേരം നോക്കി നിൽക്കേണ്ട വന്നില്ല, നമ്മുടെ പെട്ടി എത്തിയിരിക്കുകയാണ്. മീൻപെട്ടി വന്നിട്ടുണ്ട്. അവനെ പൊക്കിയെടുത്ത് നമ്മൾ ട്രോളി വെച്ചിട്ട് നമ്മുടെ ചേട്ടായിയെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ചേട്ടായി ഇപ്പോൾ വരും. ചേട്ടായി വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വേണ്ട നെടുമ്പാശ്ശേരിയിൽ നിന്ന് നമ്മൾ നേരെ വീട്ടിലോട്ട് കേട്ടോ, കോട്ടയത്തേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ വേണ്ടേ
നമ്മളെ മീൻപെട്ടി നമ്മൾ വീട്ടിലെത്തിച്ചേക്കാം കേട്ടോ. നമ്മളിത് തുറന്ന് അങ്ങനെ ഐസൊക്കെ ഉണ്ടോ എന്ന് ഇപ്പം നോക്കട്ടെ. നമ്മുടെ ബോക്സ് കേടുപാടുകളൊന്നുമില്ലാതെ കിട്ടിയിട്ടുണ്ട്. ലീക്കിംഗ് ഒന്നുമില്ലായിരുന്നു കേട്ടോ. വെള്ളം അങ്ങനത്തെ മീനിന്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതുവരെ വളരെ ശരിയാണ്. അതെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ ഒരു ഓയിലൂടെ വെച്ചായിരുന്നു വെയിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി. കരിങ്കല്ല് പോലെ ഇരിക്കുന്നു. ഒട്ടും ഐസ് പോയിട്ടൊന്നുമില്ല. ഇനി നമ്മളിത് ഐസ് കളയണം. നമ്മളൊരു 4 മണിക്കൂർ എടുത്തിരുന്നു. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കൊണ്ട് ഡയറക്റ്റ് ഫ്ലൈറ്റാണ് നിങ്ങൾക്ക് സൂപ്പറായിട്ട് കൊണ്ടുവരാം കേട്ടോ. ഇനി ഇതുകൊണ്ട് നമ്മുടെ അമ്മച്ചി കറി വെച്ച് ഉള്ളൊരു ഇതുകൂടെ ഉണ്ട്. അതുകൂടെ ചേർത്തിട്ടായിരിക്കും ഈ വീഡിയോ തീരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വേണ്ട, അവിടുന്ന് കൊണ്ടുവന്ന നെയ്മീൻ നമ്മളെ നല്ല രീതിയിൽ കോട്ടയം സ്റ്റൈലിൽ അമ്മച്ചി കറി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് കൂട്ടി ഒരു പിടി അങ്ങ് പിടിക്കണം. അതുകൊണ്ട് നമ്മൾ കൊണ്ടുവന്ന ആഹോലി വേണ്ട വറുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്മീൻ കറിയും ആഹോലി ഫ്രൈയും കൂടെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന ദിവസം തന്നെ അമ്മച്ചി അത് സെറ്റാക്കി വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നു അമ്മച്ചി എവിടെയായിരുന്നു അല്ലേ? അമ്മച്ചിയുടെ വീഡിയോക്കകത്തൊന്നും ഇപ്പോൾ വരുന്നില്ലല്ലോ. നമ്മുടെ ആദ്യകാലത്തെ വീഡിയോസിലൊക്കെ അമ്മച്ചിയുടെ കുക്കിംഗ് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വേണ്ട, നമ്മൾ അതുകൊണ്ട് തന്നെ അവിടുന്ന് കൊണ്ടുവന്ന മീൻ വേണ്ട വന്നതാണ് അമ്മച്ചി അല്ലേ. കോട്ടയം സ്റ്റൈലിൽ കറി വെച്ചിട്ടുണ്ട്. അപ്പൊ മീൻ എങ്ങനെ അമ്മച്ചി? മീൻ നല്ല അടിപൊളി മീനാ. ഒരുപാട് പേര് കൊണ്ടുവരുന്ന കണ്ടിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ഒരു ശ്രമം നടത്തിയതാണ്. പക്ഷേ ഉണ്ടല്ലോ ഒരു കുഴപ്പമില്ല. നമ്മൾ ഇവിടെ വന്നിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടാണ് അല്ലേ 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഐസ് എല്ലാം പോയത്. മീൻ വെള്ളത്തിലിടുമ്പോഴേ ഐസ് പിടിച്ച മീൻ വെള്ളത്തിലിടുമ്പോ ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. എളുപ്പം ഐസ് പോകാനായിട്ട് ചില ഉപ്പുകല് വാരി കിട്ടാൻ മതി. ഉപ്പുകല് വാരി അതൊക്കെ ടിപ്പാ കേട്ടോ. അത് നമ്മുടെ ഇടപാടല്ല, അതൊക്കെ അമ്മച്ചിയുടെ ഇടപാടാണ്. ഏതായാലും കറിയും കാര്യങ്ങളും എല്ലാം റെഡിയായി. അപ്പൊ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ് അല്ലേ. അതെ, നമുക്ക് ലഗേജ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പൊടിഞ്ഞിട്ടൊന്നുമില്ല. അല്ല, ഫ്രഷ് മീൻ നമുക്കത് അല്ലേ. നിങ്ങളത് കറി വെക്കുമ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കൊണ്ടുവരാം. ഇത് ലാഭമാണോ നഷ്ടമാണോ എന്ന് നമ്മൾ പറയുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ഒരു മനസ്സിന്റെ ഒരു സന്തോഷം പോലിരിക്കും. ലഗേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ മീൻ കൊണ്ടുവരാം. അതായത് ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് കേടാകത്തില്ല എന്നുള്ള കാര്യം നമുക്ക് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. 90% കേടാകത്തില്ല. നിങ്ങളൊന്നുകൊണ്ടും മേടിക്കണ്ട. അപ്പോൾ മേടിക്കുന്ന മീൻ ഫ്രഷ് ആണെന്ന് മാത്രം നോക്കി മേടിക്കുക കേട്ടോ. ഇവിടെ അല്ല, ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഈ വെള്ളം നമ്മുടെ അവിടെ കിട്ടുന്ന വെള്ളാവോലി ഇവിടെ കൊണ്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പം അല്ലേ, ഹാപ്പി അല്ലേ? ടീനാമ വീഡിയോ എടുക്കുന്നുണ്ട്. അത് അടുത്ത സർപ്രൈസ് ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പൊ ഞങ്ങൾ ഇത് കഴിക്കാൻ വേണ്ടി പോവാണ്, കഴിക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ അല്ലേ. അതെ, വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാം ഷെയർ ചെയ്യാം. ഇങ്ങനെ കൊണ്ടുപോകുന്നവർക്ക് കൃത്യമായിട്ടുള്ള കാര്യം നമ്മുടെ ഈ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് അയക്കാം. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. അതായിരിക്കും. Bye bye. Bye bye.